നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് ക്ലാസ് റൂമിൽ വന്ന് ഞങ്ങളുമായി ഈ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിൽ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനും ആശംസിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു ചെറിയൊരു ചോദ്യം മാത്രം. നമ്മുടെ ബഹുമാനപ്പെട്ട ശേഖന പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ വിഭാഗത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും. അപ്പൊ അതില് നമ്മുടെ സമസ്തയുടെ കീഴിലുള്ള സംഘടന അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുന്ന സംഘടനയിൽ മാത്രമേ തുടർന്ന് പോവാവൂ എന്ന ഒരു നിർദ്ദേശം ഷെയ്ഖിനിൽ നിന്നുണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ ജീവിത ചരിത്രം എഴുതിയ പുസ്തകങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോ ഈ വിഭാഗത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും വിഭാഗങ്ങളിൽ നിന്ന് വല്ല ഓഫറുകളും ഉണ്ടായിട്ടുണ്ടോ? അതായത് നല്ല ഒരു മഹാസംഭവമാണല്ലോ. കേരളത്തിൽ നടന്നിരുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ്. 40ഓളം പാതിരിമാർ കേരളത്തിൽ വളരെ ശക്തമായി മിഷണറി പ്രവർത്തനം നടത്തിപ്പോന്നിരുന്ന ഒരു വിഭാഗത്തെ ആകമാനം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച ഈ ഒരു സംഭവം, അതിൽ നിന്നും അതൊരു വലിയ സംഭവമായിരുന്നു. ഈ ഒരു വിഭാഗത്തെ ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പല വിഭാഗക്കാരും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ മൈക്കിലിരിക്കുന്നു. അസ്സലാമു അലൈക്കും. എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് തന്നെ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഹിന്ദു മതത്തിൽ നിന്ന് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. മുസ്ലിം എനിക്കുണ്ട്. പക്ഷെ അത് നമ്മുടെ മുസ്ലിം ആയതുകൊണ്ട് ഞാനത് പറയാത്തതാണ്. മുസ്ലിം സംഘടനയിൽ നിന്ന് എനിക്ക് ഓഫർ ഉള്ളത് നമ്മുടെ സമസ്തയിൽ പെടാത്ത സമസ്ത ഉണ്ട് ഇവിടെ ഒന്ന്. പിന്നെ വന്നിട്ട് മുജാഹിദുണ്ട്. മുജാഹിദിൽ എന്നെ ക്ഷണിച്ചിരുന്നു. മുജാഹിദ് എന്ന് പറയുന്ന സാധനത്തിൽ എടമണ്ണ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എടമണ്ണയില് മലപ്പുറം ജില്ലയിൽ എടമണ്ണ ഒരു ജമീല ടീച്ചറുണ്ട്. ആ ജമീല ടീച്ചർ എന്നെ ക്ഷണിച്ചാണ്. അതായത് മുസ്ലിങ്ങളുടെ ഒരു നേതാവാണ്. ഇപ്പൊ വന്നിട്ട് മുജാഹിദ് 2 പാർട്ടിയായി, മടവൂർ ഒരു പാർട്ടിയായി. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നത്, ജമീല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് ഞങ്ങളുടെ കൂടെ കൂടണം. 10-22 കൊല്ലം അച്ഛനായിരുന്നു, നിങ്ങളൊരു സുഖവും അനുഭവിച്ചിട്ടില്ല. അവിടെ ഞങ്ങളുടെ കൂടെ വരണം. എനിക്ക് ഓഫറാണ്. എത്ര പണം വേണമെങ്കിലും, രക്ഷമല്ല, കോടികൾ വേണമെങ്കിലും തരാൻ എനിക്ക് ആളുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ ഐറ്റത്തിൽ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്ന ആളല്ല. പറഞ്ഞ കാര്യങ്ങൾ അതേമാതിരി തിരിച്ചു പറയുന്ന ആളാണ് ഞാന്. അപ്പൊ ഓഫറിന്റെ ഒരു കാര്യം ഇത് ഞാൻ പറയാൻ അത് കേട്ടോളുക. രണ്ടാമത്തേത് ഒന്നുകൂടെ പറയാം, അതും കേൾക്കണം നിങ്ങള്. കാരണം ഞങ്ങളെമാതിരി ചില ആളുകൾക്ക് ഒരു ഇതുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ജമീല ടീച്ചർ പറഞ്ഞത്, നിങ്ങള് ഇങ്ങനെ പള്ളികളിൽ നടന്നിട്ട് മൗലവിമാരുടെ കഞ്ഞിയും ചോറിന് നടക്കല്ല, നിങ്ങൾക്ക് എന്താ ഒരു സുഖം കിട്ടിയിട്ടുള്ളത് എന്നാ എനിക്ക് പറഞ്ഞ. അന്ന് പെണ്ണെത്താനും പാടില്ല, ഒരു സുഖവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ആ ജമീല ടീച്ചർ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറെ ഒരു കാര്യം നിങ്ങളൊന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, 73 സമുദായത്തിലെ യഥാർത്ഥ മുസ്ലിങ്ങൾ ഞങ്ങളാണ് മുജാഹിദ്. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ കൂടെ കൂടണം. നിങ്ങൾക്ക് പെണ്ണ് കെട്ടിച്ചു തരും, വീട് വെച്ചു തരും, അതേമാതിരി നിങ്ങൾക്ക് ഞങ്ങളുടെ കോളേജിൽ ഒരു ജോലി ഉണ്ടാക്കി തരും. അങ്ങനെ എല്ലാ സുഖങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ തരും എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ടീച്ചർ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ 2 കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്നാൽ 2 കല്യാണം കഴിച്ച 5-6 മക്കളെയും പെറ്റിട്ടില്ലേ? ഉണ്ട്. എന്നാൽ 2 കല്യാണം കഴിച്ച 5-6 മക്കളെ പറ്റി എത്ര സുഖം അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് യോജിക്കാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ 22 കൊല്ലം പള്ളിയിൽ അച്ഛനായിരുന്നു കൊണ്ട് കല്യാണം കഴിച്ചില്ലെന്ന് നിങ്ങൾ പറയുകയാണല്ലോ, അത് വെറും വിട്ടിട്ടാണ്. ഞാൻ സുഖം അനുഭവിച്ചതിന്റെ ഒരു അംശം നിങ്ങൾ അനുഭവിച്ചിട്ടില്ല ടീച്ചറെ എന്നും പറഞ്ഞ് അതിന് മറുപടി കൊടുത്തു ഞാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞ്, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, മഹാനായ ശേഖനായ സംസ്കൃതം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. 73 സമുദായത്തിലെ യഥാർത്ഥ മതം ഏതാണെന്ന് ഞങ്ങളെ പൊന്നാനി മൗനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിൽ കൂടെ ഞാൻ നീങ്ങുള്ളൂ. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ എന്റെ അടുത്ത് പറയേണ്ട. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഇതാണ് എന്താ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ,
പൊന്നാനി മൗനത്തിൽ അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് ഞങ്ങളെ കൈകെട്ടാൻ എങ്ങനെ താത്ത് കൈകെട്ടാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ പണത്തിനും പൊന്നിനും പെണ്ണിനും വേണ്ടി എന്റെ കൈ ഈ മുകളിലോട്ട് കെട്ടി പനി പിടിച്ചവരുടെ കെട്ടാൻ മുണ്ടച്ചൻ ഇബ്രാഹിനെ കിട്ടൂല ഗുഡ് ബൈ എന്നും പറഞ്ഞ് ഇറങ്ങി പോകുന്നവനാണ് ഞാൻ. ഇതൊന്ന്. രണ്ടാമത് ഞാൻ ഇന്ന് പറയാനുള്ളത് നമ്മുടെ സുന്നികളെ പറ്റി തന്നെയാണ്. ഞാൻ സുന്നികളെ കുറ്റം പറയാനെന്ന് പറഞ്ഞ സുഹൃത്തുക്കളും ഇവിടെ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആരെയും കുറ്റം പറയുന്നവനല്ല. പക്ഷെ എന്റെ അടുത്ത് എനിക്ക് വാഗ്ദാനം ചെയ്ത ഒരാളുണ്ടായിരുന്നു. അതായത് അതേ ചൊല്ലിക്കോടുന്ന് എന്നെ ഒരാൾ പറഞ്ഞിരുന്നു. അയാൾ വന്നിട്ട് ആ കാരന്തൂർ മർക്കസിലേക്ക് പോയിട്ട് സുറിയാനി ഭാഷയിലുള്ള ക്ലാസ് എടുക്കാൻ, അതായത് വന്നിട്ട് സുറിയാനി ഭാഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോട്ട് വാങ്ങിക്കുന്നവർക്കും വാങ്ങിക്കാൻ പോകുന്നവർക്കും അത് ക്ലാസ് എടുക്കാം, സുറിയാനി ഭാഷ. അങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും എന്താവശ്യപ്പെട്ടാൽ അവിടുന്ന് തരാം എന്ന് പറഞ്ഞ വാഗ്ദാനം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ഇതാണ്, മഹാനായ ശേഖന സംസലമയെ കൊണ്ടാണ് ഞാൻ ഇസ്ലാമിൽ വന്നത്. മഹാനായ ശേഖന സംസലമയുമായിട്ട് അംഗീകാരമില്ലാത്തവരുമായിട്ട് എനിക്ക് യാതൊരു ഇടപാടുമില്ല. അതുകൊണ്ട് നമ്മൾ സുഹൃത്തുക്കളായിട്ട് പോകാൻ നല്ലതെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞവനാണ്. അങ്ങനെ ഓഫറുകൾ എനിക്ക് പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദുക്കളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിലൊന്നും അല്ല. ഞാൻ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ മഹാനായ ശേഖന സംസലമേനെ മുറുക്കി പിടിച്ചും കൊണ്ട് അദ്ദേഹവുമായിട്ട് ഞാൻ അവസാനം വരെ നീങ്ങി പോവാൻ എനിക്ക് വേണം. അതിനുവേണ്ടി അള്ളാഹു തൗഫീഖ് മാറാവട്ടെ. അതിനുവേണ്ടിയെല്ലാം നിങ്ങൾ വേർക്ക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അത് വെച്ചാൽ ഒറ്റൊരു മിനിറ്റും കിട്ടി. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ ഉത്തരം. അതുപോലെ തന്നെ ക്രിസ്തുമതത്തിലെ ഈ പൊള്ളത്തരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇപ്പൊ അതിൽപ്പെട്ട സഭാവസ്ത്രമൊക്കെ വലിച്ചൂരി എറിഞ്ഞുകൊണ്ട് വന്ന നിങ്ങളുടെ ഈമാൻ ഇപ്പൊ ഇവിടെയും ഞങ്ങൾക്ക് വളരെയധികം ആ ഈമാനിന്റെ ആ ബലം ഞങ്ങൾക്ക് വ്യക്തമായി. ഇത് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. അള്ളാഹു നിങ്ങളുടെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. നമുക്ക് ഏവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുമ്പോൾ ആക്കിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ പാന്താവിൽ തന്നെ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോവാനും ആക്കിബത്ത് നന്നായി മരിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ. ആമീൻ. അബ്ദുള്ളക്ക് വേണ്ടി മേക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാമോ? ശബ്ദം കേൾക്കാമോ? ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ ഇബ്രാഹിം ഉപ്പാപ്പ എന്ന് തന്നെ പറയാം. നമുക്കൊക്കെ കുറെ വയസ്സ് പിന്നെ ക്യാമ്പിൽ കണ്ടപ്പോ ഒരുപാട് വയസ്സ് തോന്നിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എന്നെ വിളിക്കുന്നതിൽ ഒന്ന് ദോഷമെന്ന് ഇല്ല എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ആ സംഭാഷണം കേട്ടിട്ട്. ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ കണ്ണിനെ അണിഞ്ഞു. എന്നാലും ഇൻഷാ അല്ലാഹു നിങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ. അവസാനം ഈമാനോട് കൂടെ കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നിങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണം, ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും എനിക്ക് കൂടുതലൊന്നും ചോദ്യം ഒന്നും ഇല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പോ ഈ 40 വർഷത്തിന് 40 കൊല്ലം, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളിവിടെ പറഞ്ഞു 7 വർഷം ഇവിടെ പിന്നെ ഭരണം നടത്തുമെന്ന്. അത് 40 വർഷമല്ലേ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷമാണ് ഇവിടെ ഭരണം നടത്തുക. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോ ക്രിസ്തു മതത്തിൽ നിങ്ങൾ അതിന്റെ ഒരു മുമ്പ് അനുഭാവിയായിരുന്നപ്പോ ക്രിസ്തു മതത്തിൽ അതിനെക്കുറിച്ച് വല്ലതും ഉണ്ടോ എന്നാണ് എനിക്ക് ഒരു പിന്നെ സംശയം ചോദിക്കാനുള്ളത്. അതായത് ഇതിനെക്കുറിച്ച് അവർ വിശ്വസിക്കുന്ന ആ മതത്തിൽ അങ്ങനെ വിശ്വാസമുണ്ടോ എന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരിക്കും. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുണ്ടക്കൽ സാഹിബിന്റെ പ്രസംഗം കേട്ട് മനസ്സ് വല്ലാതെ കോരിത്തരിച്ച് അദ്ദേഹത്തിനുള്ള ഈമാനം നമുക്കുണ്ടോ എന്ന് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. പിന്നെ ഒരു ചെറിയൊരു ചോദ്യമുണ്ട്. നിങ്ങൾ
നിങ്ങളെ ജീവിതത്തിലൊരു മറക്കാനാവാത്തൊരു സംഭവം അതൊന്ന് വിവരിക്കാൻ പറ്റുമോ? പിന്നെ രണ്ടാമത്തെ, നിങ്ങളെ കൂടെ മറ്റ് ഇസ്ലാം മതം സ്വീകരിച്ച ചില ഫാദർമാരുണ്ടായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. അവര് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളൊരു അതും കൂടെ. അസ്സലാമു അലൈക്കും. എന്റെ കൂടെ ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ അവർക്ക് എന്നമാതിരി പട്ടിണി കിടക്കാനുള്ള ധൈര്യമില്ല. പക്ഷെ അവർ നമ്മുടെ ഇസ്ലാമിന്റെ ഉറച്ചു പോകുന്നുണ്ട്. പലയിടങ്ങളിലും പെണ്ണ് കെട്ടിയിട്ട് കുട്ടികളും മക്കളുമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്നമാതിരി ബുദ്ധിമുട്ട് തരണം ചെയ്യാനുള്ള ഇത് അവർക്ക് അതില്ല. പക്ഷെ എനിക്കുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. കാരണം എനിക്ക് മഹാനായ ശൈഖുനാ ശംസുലമയുടെ നിർദ്ദേശം അതാണ്. അത് മാത്രമല്ല, ഞാൻ ഇസ്ലാമിൽ വന്ന തത്വം അതാണ്. എനിക്ക് ഒന്നിൽ തന്നെ കിടന്ന് മരിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. പിന്നെ ഒന്ന്, സുഹൃത്ത് ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു. ഇപ്പോ അതായത് വന്നിട്ട് 7 കൊല്ലവും 40 കൊല്ലമാണ് ഈസാ നബി അലൈഹി ഇസ്ലാം അവിടെ വന്ന് ഇസ്ലാം മതപ്രവർത്തനം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞത് തെറ്റില്ല, പക്ഷെ ഞാൻ പറഞ്ഞതും തെറ്റില്ല. കാരണം 7 കൊല്ലവും 40 കൊല്ലവും 2 ഐറ്റം ഉണ്ട്. 2 ഐറ്റം മറ്റേ പഴയ സുറിയാനി ഗ്രന്ഥത്തിലും കാണാം. പക്ഷെ 2 അല്ല. ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച് 40 വയസ്സ് വരെ ജീവിക്കുള്ളൂ. അതിൽ 33ാമത്തെ വയസ്സിൽ ഉയർത്തപ്പെട്ടു. വീണ്ടും അതായത് വന്നിട്ട് അവസാനം ഇറങ്ങി ദജാലിനെ കൊന്നുകൊണ്ട് 7 കൊല്ലം അവിടെ ഭരണം നടത്തും. അങ്ങനെ 40ാമത്തെ കൊല്ലമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ ഒരു ഉദാഹരണമാണ് ശരി. 40 കൊല്ലവും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് 2 ഐറ്റം 2 അഭിപ്രായമുണ്ട്. അത്രയേ ഉള്ളൂ. 7 കൊല്ലമാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെന്നില്ലാത്ത സന്തോഷത്തോടെയാണ് ഞാൻ മൈക്കിൽ കാത്തു നിന്നായിരുന്നു. അൽഹംദുലില്ലാഹ് മൈക്ക് കിട്ടി. ഒരുപാട് സന്തോഷം. ഇബ്രാഹിം മുണ്ടക്കൽ സാഹിബ്, സത്യത്തില് അദ്ദേഹത്തെ മൈക്കിലൂടെ ക്യാമിലൂടെ കണ്ടപ്പോ എന്റെ വായിച്ചോളം പ്രായം കണ്ടു. അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടു കൂടെ കൂടുതലായി ഒന്നും സംസാരിക്കാൻ തോന്നുന്നില്ല. ഒരു ചെറിയൊരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് മൈക്കെടുത്തത്. ശംസുലുലമയുമായിട്ട് എത്രത്തോളം അടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു അങ്ങക്ക്? അതുപോലെ ശംസുലുലമ അതിനുശേഷം അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം സ്വപ്നത്തിലൂടെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രം ചോദിച്ച് KCRന് എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ പാപ്പയോട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ശൈഖുനാ ശംസുലമയുമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെടാനുള്ള കാരണം, ഇടക്കരയുള്ള വാദപ്രതിവാദത്തില് സാധാരണ ഒരാൾ വാദപ്രതിവാദത്തിൽ വരികയാണെന്ന് വെച്ച് പറഞ്ഞാൽ ആ പറച്ചിലിന് വ്യത്യാസം ഉണ്ടാവും. മറ്റേ മഹാനായ ശൈഖുനാ അങ്ങനെയല്ല. മഹാനായ ശൈഖുനാ ശംസുലമ എന്റെ അടുത്തൊക്കെ വളരെ സ്നേഹത്തോടു കൂടിയും ആത്മാർത്ഥമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. ഈ പുരുഷരെ എടാന്ന് വിളിക്കില്ല. എന്നാ മഹാനായ ശൈഖുനാ ശംസുലമ എടോന്നേ പറയുള്ളൂ. എടോന്ന് പറയുന്നത് അതൊരു ശൈലാണ്. പിന്നെ ഞാൻ വാദപ്രതിവാദത്തില് മരണപ്പെട്ടു പോയ ഒരാളിനെ കൊണ്ടുവന്ന് മൃതദേഹത്തിനെ കൊണ്ടുവന്ന് കിടത്താൻ, ആ മൃതദേഹത്തിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുമോ ഉസ്താദെന്ന് ചോദിച്ചപ്പോ ആ മഹാനവർകൾ പെട്ടെന്ന് മൈക്കിന്റെ അടുത്തുനിന്ന് കസേരയിലിരിക്കുകയും അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എണീറ്റ് മൈക്കിന്റെ അടുത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്, എവിടെയോ നിന്റെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ കിടത്താനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുമോ ഇല്ലെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നിയതാണ്, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആള്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരംശമാണ് മഹാനായ ശൈഖുനാ ശംസുലമ എന്നെന്റെ മനസ്സിൽ എനിക്ക് തോന്നി. ആത്മാർത്ഥമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ സ്നേഹിച്ചു. അതേമാതിരി ഇസ്ലാം മതം സ്വീകരിച്ച് നന്ദിയിൽ പോയപ്പോഴും അദ്ദേഹത്തിനെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഈ സ്നേഹിക്കുന്നവരടുത്ത് കൂടുതലും മറ്റുള്ളവർക്കും സ്നേഹം ഉണ്ടാവൂ. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ സ്വപ്നത്തിൽ അദ്ദേഹത്തിനെ ഞാൻ കണ്ടു. ഒരു പ്രാവശ്യം ഞാൻ കിടക്കുമ്പോൾ തന്നെ ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളൊക്കെ ഞാൻ കുറച്ച് ദിവസമായിട്ട് പുതിയങ്ങാടി പോയിട്ടില്ല,
കവർ ചെയ്യാർത്തിന്. അപ്പൊ ഒരു ദിവസം ആദ്യത്തെ ദിവസം സ്വപ്നത്തിൽ വന്നും കൊണ്ട് എന്നെ വിളിച്ചപ്പോ എണീറ്റ് ഞാൻ നോക്കി ഉസ്താദേ എന്ന് പറഞ്ഞതും നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് പറഞ്ഞു ഉസ്താദേ എന്ന് പറഞ്ഞ് ഞാൻ എണീക്കലും കാണാതെ പോയി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ മഹാനവറുകളെ ഞാൻ കണ്ടു, സ്വപ്നത്തിൽ കണ്ട് എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ നേരത്തെ കണ്ട അതേ രൂപവും ആ ഒരു പ്രകാശം, മനസ്സിന്റെ ആ മുഖത്തിന്റെ ഒരു പ്രകാശവും ആ സ്നേഹവും ഞാൻ കണ്ടല്ലോ എന്നുള്ള എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഇത് എനിക്കിപ്പോഴും ഉണ്ട്. അതെന്റെ മനസ്സിലുണ്ട്. ആ ഇരിക്കുന്ന കാലം വരെ എനിക്ക് ഒരു പരാജയവുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.